ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ വ്യൂ ഓഫ് ഡേറ്റ ഇൻ DBMS അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഒരു ടോപ്പിക്കാണ്. ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പ്ലേലിസ്റ്റിലുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ഇന്നത്തെ ടോപ്പിക് വ്യൂ ഓഫ് ഡേറ്റ ഇൻ DBMS ആണ്. ഈ DBMSൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അബ്സ്ട്രാക്ഷൻ മീനിങ് ഇറലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഹൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് അബ്സ്ട്രാക്ഷൻ. ഇനി വ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കോളേജിന് ഒരു സൈറ്റ് ഉണ്ട്, അതിൽ സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒരു സൈറ്റ് ഉണ്ട്, നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ മാർക്സ് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന ഒരു സൈറ്റ്. അപ്പോൾ സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, അവരുടെ മാർക്സ്, അവരുടെ എക്സാം രജിസ്ട്രേഷൻ, ഇതൊക്കെ സ്റ്റുഡൻസിന് കാണാൻ പറ്റും. സ്റ്റുഡൻസിന് ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസോ ടീച്ചേഴ്സിൻ്റെ സാലറിയോ അതൊക്കെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇനി ടീച്ചേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. സ്റ്റുഡൻസ്, പിന്നെ അവരുടെ മാർക്സ്, ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഇനി ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കേസ് എടുക്കുമ്പോൾ ആ അഡ്മിനിസ്ട്രേറ്ററിന് ഈ ഡേറ്റാബേസിൻ്റെ സ്കീമ എങ്ങനെയാണ്, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനത്തെ ഡേറ്റാബേസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണ് ഉള്ളത്. സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാം, വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓരോ വ്യൂ ആണ്. ആൻഡ് ഇതിൽ നമ്മൾ അബ്സ്ട്രാക്ഷൻ്റെ കോൺസെപ്റ്റാണ് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ 3 ടൈപ്സ് ആണുള്ളത്: ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. ഇതിൽ വ്യൂ ലെവൽ എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ആൻഡ് ഇത് നമ്മളുടെ യൂസർ ഇൻട്രാക്ഷൻ വിത്ത് ഡേറ്റാബേസ് സിസ്റ്റം അതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ വ്യൂ ലെവൽ ഇതാണ് ഹയസ്റ്റ് ലെവൽ. ഇനി ലോജിക്കൽ ലെവൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു മിഡിൽ ലെവൽ. ഈ 3 ലെവൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആർക്കിടെക്ചറിലുള്ള മിഡിൽ ലെവലാണ് ലോജിക്കൽ ലെവൽ. ഇതിൽ നമ്മളുടെ ഡേറ്റാബേസിൽ ഏത് ഡേറ്റയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ലെവലാണ് ലോജിക്കൽ ലെവൽ. ഇനി ഫിസിക്കൽ ലെവൽ എടുക്കുകയാണെങ്കിൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ്റെ ലോവസ്റ്റ് ലെവലാണ്. ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദ ഡേറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് കോംപ്ലക്സ് ഡേറ്റ സ്ട്രക്ചേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരു കസ്റ്റമർ ടേബിളുണ്ട്, അതിൽ കസ്റ്റമറിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലോക്സ് ഓഫ് സ്റ്റോറേജ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ജിഗാബൈറ്റ്സ്, ടെറാബൈറ്റ്സ് എന്ന ഇതുമാതിരി ഒരു ബ്ലോക്സ് ഓഫ് സ്റ്റോറേജ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇൻ മെമ്മറി. ആൻഡ് ഈ ഡീറ്റെയിൽസൊക്കെ ഫ്രം ദ പ്രോഗ്രാമേഴ്സ് ഓൾസോ ദിസ് ഇസ് ഹിഡൻ. ഇനി അടുത്ത് ലോജിക്കൽ ലെവലിൽ വരുമ്പോൾ ഈ കസ്റ്റമർ ടേബിളിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്തൊക്കെയാണ്, ഫീൽഡ് എന്തൊക്കെയാണ്, പിന്നെ അതിലുള്ള ഡേറ്റ ടൈപ്പ്, ദെൻ ഹൗ ദേ ആർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ, ഇതൊക്കെയാണ് ഈ ലോജിക്കൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് പ്രോഗ്രാമേഴ്സ് എല്ലാം ജനറലി വർക്ക് ചെയ്യുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. പിന്നെ അടുത്തുള്ള ലെവലാണ് വ്യൂ ലെവൽ. വ്യൂ ലെവൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വ്യൂ ലെവൽ. യൂസർ ജസ്റ്റ് ഇൻട്രാക്ട് വിത്ത് ദ സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് GUI ആൻഡ് എൻ്റർ ദ ഡീറ്റെയിൽസ് അറ്റ് ദി സ്ക്രീൻ. അപ്പോൾ ഇതാണ് 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ലെവൽ ഫിസിക്കൽ ലെവൽ, സെക്കൻഡ് വൺ ലോജിക്കൽ ലെവൽ ആൻഡ് തേർഡ് വൺ ഇസ് വ്യൂ ലെവൽ. ഇനിയുള്ള അടുത്ത കോൺസെപ്റ്റാണ് ഇൻസ്റ്റൻസ് ആൻഡ് സ്കീമ ഇൻ ഡേറ്റാബേസ്. അപ്പോൾ ഫസ്റ്റ് വൺ സ്കീമ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് എ ഡേറ്റാബേസ് ഇസ് കോൾഡ് ദി സ്കീമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനാണ്, ഡേറ്റാബേസിൻ്റെ ഡിസൈനാണ് സ്കീമ. ആൻഡ് ഈ സ്കീമയെ നമുക്ക് 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഫിസിക്കൽ സ്കീമ, ലോജിക്കൽ സ്കീമ ആൻഡ് വ്യൂ സ്കീമ. ഇനി ഈ വ്യൂ ഓഫ് ഡേറ്റാബേസിലെ വ്യൂ ഓഫ് ഡേറ്റ ഇൻ DBMS അതിൽ വരുന്നതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഇൻസ്റ്റൻസ് ആൻഡ് സ്കീമ, ഇതൊക്കെ. അപ്പോൾ അബ്സ്ട്രാക്ഷനിൽ നമ്മൾ 3 ലെവലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ലെവലിൽ നമുക്ക് ഓരോ ഇത് കാണാൻ പറ്റും. പിന്നെ ഇൻസ്റ്റൻസ് ആൻഡ് സ്കീമ എന്ന് പറയുന്നത് ഡേറ്റാബേസ് ഡിസൈനാണ്. എഗെയിൻ ദ സ്കീമ ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്: ഫിസിക്കൽ സ്കീമ, ലോജിക്കൽ സ്കീമ ആൻഡ് വ്യൂ സ്കീമ. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഡേറ്റാബേസിൻ്റെ ഡിസൈനാണ്. ഈ ഡേറ്റാബേസിൽ നമുക്ക് 3 ടേബിൾസാണുള്ളത്: കോഴ്സ് ടേബിളുണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഡേറ്റാബേസിൽ വരുന്ന ടേബിൾസാണ്. ഇതാണ് ആ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ. ഇതിൽ കോഴ്സ് ടേബിളിൽ കോഴ്സ് ID, കോഴ്സ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. സ്റ്റുഡൻറ്റിൽ സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, കോഴ്സ് ID ഉണ്ട്. ആൻഡ് സെക്ഷനിൽ സ്റ്റുഡൻറ്റ് ID, സെക്ഷൻ ID, കോഴ്സ് ID ഉണ്ട്. ഇത് ഒരു ഡേറ്റാബേസിൻ്റെ ഡിസൈനാണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദി സ്കീമ ഓഫ് ദി ഡേറ്റാബേസ്.
ഇത് ആക്ച്വലി ഒരു സ്ട്രക്ചറൽ വ്യൂ ആണ്. ഇതിൽ എന്തൊക്കെ ഡേറ്റ, ഏതൊക്കെ ഫീൽഡ് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിലുള്ള ഡേറ്റാസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ സ്കീമ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ വ്യൂ, അതാണ് സ്കീമ, സ്ട്രക്ചറൽ വ്യൂ ഓഫ് ദി ഡേറ്റാബേസ്. ഇനി ഈ സ്കീമ 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു: ഫിസിക്കൽ സ്കീമ, ലോജിക്കൽ സ്കീമ ആൻഡ് വ്യൂ സ്കീമ. ഇതിൽ ഫിസിക്കൽ സ്കീമ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് എ ഡേറ്റാബേസ് അറ്റ് ഫിസിക്കൽ ലെവൽ. പിന്നെ ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത് ലോജിക്കൽ ലെവൽ, ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് അറ്റ് ലോജിക്കൽ ലെവൽ ഈസ് കോൾഡ് ലോജിക്കൽ സ്കീമ. പിന്നെ വ്യൂ സ്കീമ എന്ന് പറയുമ്പോൾ വ്യൂ ലെവലിലുള്ള ഡേറ്റാബേസ് ഡിസൈനാണ് വ്യൂ സ്കീമ. ഇത് ഫിസിക്കൽ സ്കീമയിൽ ഹൗ ദ ഡേറ്റ ഇസ് സ്റ്റോർഡ് ഇൻ ബ്ലോക്സ് ഓഫ് സ്റ്റോറേജ്, അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പ്രോഗ്രാമേഴ്സ്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവരൊക്കെ ഈ ഒരു ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ വ്യൂ സ്കീമ, അത് നമ്മൾ എൻഡ് യൂസർ ഇൻട്രാക്ഷൻ ആയിട്ട് വരുന്നതാണ്. ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് അറ്റ് വ്യൂ ലെവൽ ഇസ് കോൾഡ് വ്യൂ സ്കീമ. ഇനിയുള്ള അടുത്ത ടോപ്പിക്കാണ് DBMS ഇൻസ്റ്റൻസ്. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ എ ഡേറ്റാബേസ് അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ടൈം ഇസ് കോൾഡ് ഇൻസ്റ്റൻസ് ഓഫ് ഡേറ്റാബേസ്. നമ്മൾ ആക്ച്വലി ഈ സ്കീമയിൽ ചെയ്യുന്നത് വേരിയബിൾ ഡിക്ലറേഷൻസ് ആണ്. ഒരു ടേബിളിൽ ഈ സാധനമൊക്കെ വേണം, സ്റ്റുഡൻറ്റ് ID വേണം, സ്റ്റുഡൻറ്റ് നെയിം വേണം, കോഴ്സ് ID വേണം, ഇങ്ങനെ ടേബിളിലുള്ള കോളത്തിൻ്റെ ഹെഡിങ്സ് ആണ് കൊടുക്കുന്നത്. അതാണ് സ്കീമ. അതിൽ നമ്മൾ വാല്യൂസ് ഒന്നും കൊടുക്കത്തില്ല. ഇൻസ്റ്റൻസിൽ നമ്മൾ ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. അതാണ് ഇൻസ്റ്റൻസ്. ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ എ ഡേറ്റാബേസ് അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ടൈം ഇസ് കോൾഡ് ഇൻസ്റ്റൻസ് ഓഫ് ഡേറ്റാബേസ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി കമ്മിങ് വീഡിയോസിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.